15 വർഷം നീണ്ട ഷെയ്ഖ് ഹസീന യുഗത്തിന്റെ അന്ത്യം കേവലം ഒരു ഭരണമാറ്റമല്ല, മറിച്ച് ബംഗ്ലാദേശ് എന്ന രാജ്യത്തിന്റെ രാഷ്ട്രീയ സ്വത്വത്തിന്റെ തന്നെ പുനർനിർണയമാണ്. ദക്ഷിണേഷ്യയിലെ നയതന്ത്ര സമവാക്യങ്ങൾ മാറിമറിയുകയാണ്. 2026 ഫെബ്രുവരിയിലെ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ ഇന്ത്യയുടെ മുന്നിൽ നിൽക്കുന്നത് സൗഹൃദത്തിന്റെ പഴയ മുഖമല്ല, മറിച്ച് സംശയങ്ങളുടെയും വെല്ലുവിളികളുടെയും ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ഹസീനയുടെ പതനത്തിന് ശേഷം അമേരിക്കൻ പിന്തുണയോടെ മുഹമ്മദ് യൂനുസ് അധികാരമേറ്റെടുത്തപ്പോൾ മുതൽ ഡൽഹിയും ധാക്കയും തമ്മിൽ ഒരു ശീതയുദ്ധം ആരംഭിച്ചിരുന്നു. ഇന്ത്യയോട് ശത്രുത പുലർത്തുന്ന വിദ്യാർത്ഥി നേതാക്കളുടെ സാന്നിധ്യവും ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ യൂനുസ് നിസ്സാരവൽക്കരിച്ചതും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പിരിമുറുക്കത്തിന്റെ ആക്കം കൂട്ടി. ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് മുജീബുർ റഹ്മാന്റെ സ്മരണകളെ മായ്ച്ചു കളയുവാനുള്ള നീക്കങ്ങൾ പാകിസ്ഥാനുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുവാനുള്ള പരോക്ഷ ശ്രമമായിട്ടാണ് ഇന്ത്യ വിലയിരുത്തിയത്. അവാമി ലീഗിന് വിലക്കേർപ്പെടുത്തി നടന്ന തിരഞ്ഞെടുപ്പിൽ BNP വൻ വിജയം നേടിയെങ്കിലും ഇന്ത്യയെ ശരിക്കും ഞെട്ടിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ വളർച്ചയാണ്. മുഖ്യ പ്രതിപക്ഷമായി ജമാഅത്ത് മാറിയത് ബംഗ്ലാദേശ് ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ലേബലിലേക്ക് മാറുന്നതിന്റെ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. ഫെബ്രുവരി 17 നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിലെ വിള്ളലുകൾ തന്നെ ഇതിന് തെളിവാണ്. BNP ഭരണഘടന അനുസൃതമായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ജമാഅത്ത് സമാന്തരമായി മറ്റൊരു സത്യപ്രതിജ്ഞ കൂടി നടത്തിയത് വരാനിരിക്കുന്ന ആഭ്യന്തര കലഹങ്ങളുടെ സൂചനയാണ്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം ഏറെ പിരിമുറുക്കത്തിലായിരുന്നു. ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകവും അതിനെ തുടർന്നുണ്ടായ ഇന്ത്യ വിരുദ്ധ പ്രകടനങ്ങളും വിസ സേവനങ്ങൾ നിർത്തിവെക്കാൻ ഇന്ത്യയെ നിർബന്ധിതമാക്കി. എന്നാൽ ഇപ്പോൾ ധാക്കയിലെ ഇന്ത്യൻ എംബസി എല്ലാ വിസ സേവനങ്ങളും പുനരാരംഭിച്ചിരിക്കുകയാണ്. നയതന്ത്ര ബന്ധം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരുവാനുള്ള ശുഭ സൂചനയാണിത്. പീപ്പിൾ ടു പീപ്പിൾ ബന്ധം മെച്ചപ്പെടുത്തുവാൻ ഇരു രാജ്യങ്ങളും ഇപ്പോൾ താല്പര്യം കാണിക്കുന്നുണ്ട്. വികാരത്തേക്കാൾ വിവേകത്തിന് മുൻഗണന നൽകുന്ന റിയൽ പൊളിറ്റിക്സ് ആണ് ഇന്ത്യ ഇതോടെ മുന്നോട്ട് വെക്കുന്നത്. ബംഗ്ലാദേശുമായുള്ള സൗഹൃദത്തിൽ ഇന്ത്യക്ക് മുന്നിലുള്ള വെല്ലുവിളികൾ നിരവധിയാണ്. അഴിമതിയുടെയും ഭീകരവാദികളെ സഹായിച്ചതിന്റെയും കറുത്ത ചരിത്രമുള്ള താരിഖ് റഹ്മാനെ ഇന്ത്യ സംശയത്തോടെയാണ് നോക്കുന്നത്. പാക് ചാര സംഘടനയായ ISIയുമായുള്ള താരിഖിന്റെ ബന്ധവും ഇന്ത്യയെ അസ്വസ്ഥമാക്കുന്നുണ്ട്. കൂടാതെ ബംഗ്ലാദേശിൽ ചൈന നടത്തുന്ന നിക്ഷേപങ്ങളും സിലിഗുരി കോറിഡോർ അഥവാ ചിക്കൻ സ്നേക്കിന് സമീപമുള്ള ചൈനീസ് സാന്നിധ്യവും ഇന്ത്യയുടെ ഉറക്കം കെടുത്തുന്നവയാണ്. ഇതിനെല്ലാം പുറമെ ഇന്ത്യയിൽ കഴിയുന്ന ഷെയ്ഖ് ഹസീനയെ വിട്ടുനൽകണമെന്ന പുതിയ സർക്കാരിന്റെ ആവശ്യം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ കനത്ത സമ്മർദ്ദമായി തുടരുകയാണ്. ഹസീനയെ കൈമാറുന്നത് ഇന്ത്യക്ക് നയതന്ത്രപരമായ തിരിച്ചടിയാകും. എന്നാൽ കൈമാറാതിരിക്കുന്നത് BNP സർക്കാരുമായുള്ള ബന്ധം വഷളാക്കും. ഗംഗാജല ഉടമ്പടി പുതുക്കൽ, അതിർത്തി സുരക്ഷ, ടീസ്റ്റ ജല മാനേജ്മെന്റ് തുടങ്ങി നിരവധി നിർണായക വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഇനിയും ധാരണയാകേണ്ടതുണ്ട്. ഷെയ്ഖ് ഹസീനയുടെ കാലത്തെ സുവർണ കാലഘട്ടം അവസാനിച്ചു കഴിഞ്ഞു. ഇന്ത്യയെ സംബന്ധിച്ച് ഇനി വരാനിരിക്കുന്നത് അത്ര സുഖകരമായ കാലമല്ല. അതുകൊണ്ട് തന്നെ ഓരോ ചുവടും അളന്നു തൂക്കി മുന്നോട്ട് വച്ചാൽ മാത്രമേ ഇന്ത്യക്ക് ബംഗ്ലാദേശുമായുള്ള നയതന്ത്ര ബന്ധം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. പതനങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന ഫീനിക്സ് പക്ഷിയെ പോലെ ബംഗ്ലാദേശ് തങ്ങളുടെ ജനാധിപത്യ സ്വപ്നങ്ങൾ വീണ്ടെടുക്കുമോ? ദക്ഷിണേഷ്യയുടെ ഭാവി ഇനി എന്താകും എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്.